180 നോമിനേഷനാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 117 നമുക്ക് കാൻഡിഡേറ്റുകളുണ്ട്. 117 കാൻഡിഡേറ്റുകളിൽ 88 കാൻഡിഡേറ്റുകളുടെ നോമിനേഷനാണ് നമ്മൾ സ്വീകരിച്ചത്. 29 റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കുകളെല്ലാം ഇന്ന് വിഡ്രോവലിന് ഇനിയും സമയമുണ്ട്. അതിനുശേഷം ഈ കണക്കുകൾ മാറും. പക്ഷേ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇതാണ് നമ്മളാണ് ആദ്യം അറിയിക്കേണ്ടത്. ഇതിനുശേഷം നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിങ്ങിലും പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അത് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പത്രക്കുറിപ്പ് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് ജില്ലയിൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ വോട്ടിംഗ് മെഷീനുകളുടെ കാര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ റാൻഡമൈസേഷൻ ശേഷം എല്ലാ മെഷീനുകളും നമ്മൾ അതത് റിട്ടേണിംഗ് ഓഫീസർമാരുടെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും ഇനി കമ്മീഷനിങ്ങും മറ്റും നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 3 കൗണ്ടിംഗ് സെൻറ്ററുകളാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടാവുക. അതിൻ്റെയും സജ്ജീകരണങ്ങൾ തുടങ്ങാൻ ആയിട്ടുണ്ട്. അതിനുള്ള ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ അടക്കം ഒബ്സർവർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കും. 3 എന്ന് പറയുമ്പോൾ തളിപ്പറമ്പിലുള്ള സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതേപോലെ ചിന്മയ ടെക്നോളജിയുടെ ചാലയിലുള്ള ക്യാമ്പസ്, ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ഇങ്ങനെ 3 സെൻറ്ററുകളിലാണ് കൗണ്ടിങ്ങുകൾ നടക്കുക. അതിലുള്ള സജ്ജീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുന്നേ നമ്മുടെ വോട്ടിംഗ് ദിനത്തിന് മുന്നേ തന്നെ പോസ്റ്റൽ ബാലറ്റും ഹോം വോട്ടിങ്ങും നടന്നു കൊടുക്കും. ബാലറ്റ് പ്രിൻറ്റിങ് നമ്മൾ ഈ കാൻഡിഡേറ്റുകളുടെ വിഡ്രോവലിന് ശേഷം ബാലറ്റുകൾ പ്രിൻറ്റിങ്ങിന് കൊടുക്കും. ആ പ്രിൻറ്റിങ് കിട്ടിയ ബാലറ്റുകൾ വെച്ചിട്ട് 30-ാം തീയതി മുതലാണ് നമ്മൾ ഹോം വോട്ടിംഗ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 85 വയസ്സിന് മുകളിലുള്ളവരും അതേപോലെ തന്നെ ഫിസിക്കലി 40% മുകളിൽ ഭിന്നശേഷി ഉള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുള്ളതാണ് ഈ ഹോം വോട്ടിംഗ് എന്നുള്ള ഒരു ഫെസിലിറ്റി. നമ്മുടെ ജില്ലയിൽ ഏകദേശം 1800 സീനിയർ സിറ്റിസൺസും, അത് 85-ന് മുകളിലുള്ളവരാണ് ഈ കൗണ്ടിൽ വന്നിട്ടുള്ളത്. 22,928. അപ്പോൾ 40,000-ഓളം വോട്ടർമാർ ഹോം വോട്ടിങ്ങിലേക്ക് പോകും. അത് പോളിംഗ് ഡേയിന് മുമ്പ് തന്നെ 203 ടീമുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 203 ടീമുകൾ വെച്ചുകൊണ്ട് 7 ദിവസം കൊണ്ടാണ് ഈ ഒരു പ്രക്രിയ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് സ്പെഷ്യൽ പോളിംഗ് ടീമുകൾ, സ്പെഷ്യൽ പോളിംഗ് ടീം എന്ന് പറയുമ്പോൾ പോളിംഗ് ഓഫീസർ, മറ്റുള്ള പോളിംഗ് സ്റ്റാഫ്, പോലീസ് ഉദ്യോഗസ്ഥൻ, മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ എന്നടക്കമുള്ള BLO അടക്കമുള്ള ടീമായിരിക്കും ഇവിടെ പോവുക. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടുള്ള പ്രകാരം BLAമാർക്കും ഇവരുടെ റൂട്ടുകളും സമയങ്ങളും എല്ലാം ഓരോ ദിവസവും അവരായിട്ട് ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും എത്തുക. അപ്പോൾ ഹോം വോട്ടിങ്ങിനെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും നിങ്ങൾ മാധ്യമങ്ങളിൽ കൂടി ഒന്ന് അറിയിക്കുകയാണെങ്കിൽ അത് ഈ വോട്ടർമാർക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും എന്നാണ് ആദ്യം പറയാനുള്ളത്. നമ്മുടെ ജില്ലയിൽ 11 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്. അതിൽ പോലീസിൻ്റെ ജൂറിസ്ഡിക്ഷൻ വൈസ് 5 കോൺസ്റ്റിറ്റ്യുവൻസീസ് കണ്ണൂർ സിറ്റി ജൂറിസ്ഡിക്ഷനിലാണ് എക്സ്ക്ലൂസീവ്ലി വരുന്നത്. ധർമ്മടം, തലശ്ശേരി, കൂത്തുപറമ്പ്, കണ്ണൂർ, അഴീക്കോട്. അതുപോലെ 4 കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ജൂറിസ്ഡിക്ഷൻ കണ്ണൂർ സിറ്റി റൂറൽ ഭാഗത്ത് വരുന്നുണ്ട്. തളിപ്പറമ്പ്, കല്യാശ്ശേരി, മട്ടന്നൂർ, പേരാവൂർ. ഇരിക്കൂർ, പയ്യന്നൂർ കംപ്ലീറ്റ്ലി കണ്ണൂർ റൂറൽ ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് വിജിൽ കംപ്ലൈൻറ്റിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഇത് കൂടാതെ നമ്മുടെ ജില്ലയിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രശ്നവും ജനങ്ങൾക്ക് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും, അത് വാട്സാപ്പിലൂടെ മെസ്സേജ് വഴിയൊക്കെ സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജില്ലാ ഇലക്ഷൻ കൺട്രോൾ റൂമിൻ്റെ നമ്പർ 9497927740. റിപ്പീറ്റ് 94 97 92 77 40. ഈ നമ്പറിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് പ്രചരണവുമായി ബന്ധപ്പെട്ടതോ ഏതെങ്കിലും തരത്തിലേക്കുള്ള ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ആണ്, പ്രത്യേകിച്ചും ആയി ബന്ധപ്പെട്ടിട്ട വിശേഷങ്ങൾ, കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ്.